സെക്ഷൻ 323 സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ സെക്ഷൻ 334 പ്രകാരമുള്ള കേസ് ഒഴികെ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരാൾക്കും 1 വർഷം വരെ തടവോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 322 ഒരാൾ സ്വമേധയാ മറ്റൊരാൾക്ക് കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു വ്യക്തി മറ്റൊരാൾക്ക് ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ താൻ മൂലം മറ്റൊരാൾക്ക് ഉണ്ടാകാനിടയുണ്ടെന്ന് അറിയുന്നതോ ആയ ദേഹോപദ്രവം ഒരു കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ പ്രസ്തുത വ്യക്തി സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ചെയ്തതായി പറയപ്പെടുന്നു. സെക്ഷൻ 325 സ്വമേധയാ മറ്റൊരാൾക്ക് കഠിന ദേഹോപദ്രവം ഉണ്ടാകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 7 വർഷം വരെ തടവും കൂടാതെ പിഴയും. സെക്ഷൻ 324 അപായകരമായ ആയുധങ്ങളാലോ മാർഗങ്ങളിലൂടെയോ സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 326 അപകടകരമായ ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ച് സ്വമേധയാ മറ്റൊരാൾക്ക് കഠിന ദേഹോപദ്രവം ഉണ്ടാക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ ജീവപര്യന്തമോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും. സെക്ഷൻ 326A ആസിഡ് മുതലായവ ഉപയോഗിച്ച് സ്വമേധയാ മറ്റൊരാൾക്ക് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ആസിഡ് എറിയുക വഴിയോ അല്ലെങ്കിൽ ആസിഡ് പ്രയോഗത്തിലോ ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങൾക്ക് സ്ഥിരമായോ ഭാഗികമായോ എന്തെങ്കിലും ക്ഷതമോ വൈരുപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ ഇടയാകും എന്ന അറിവാലോ ഉദ്ദേശത്താലോ ആ വ്യക്തിയുടെ നേരെ ആസിഡ് എറിയുകയോ പ്രയോഗിക്കുകയോ ചെയ്താൽ. ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴയും. എന്നാൽ കുറ്റകൃത്യത്തിനിരയായ സ്ത്രീയുടെ ചികിത്സാ ചിലവുകൾക്കു പുനരധിവാസത്തിനും വേണ്ട തികച്ചും ന്യായമായതും മതിയായതുമായ തുകയായിരിക്കണം പിഴയായി വിധിക്കേണ്ടത്. മാത്രമല്ല ഈ വകുപ്പിൽ കീഴിൽ ചുമത്തപ്പെടുന്ന ഏതു പിഴയും കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 326B സെക്ഷൻ 326B സ്വമേധയാ മറ്റൊരാൾക്ക് നേർക്ക് ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ ആകാവുന്ന തടവും കൂടാതെ പിഴയും. സെക്ഷൻ 336 സെക്ഷൻ 336 മറ്റു വ്യക്തികളുടെ ജീവനോ സുരക്ഷയ്ക്കോ അപായം ഉണ്ടാകുന്ന രീതിയിൽ സാഹസികമായോ ഉപേക്ഷാപൂർവമായോ ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 മാസം വരെ തടവോ 250 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 337 ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടം ഉളവാക്കുക വഴി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ശിക്ഷ 6 മാസം വരെ തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 338 മറ്റു വ്യക്തികളുടെ ജീവനോ സുരക്ഷയ്ക്കോ അപായകരമാകുന്ന പ്രവൃത്തി മൂലം മറ്റൊരാൾക്ക് കഠിന ദേഹോപദ്രവം സംഭവിച്ചാൽ 2 വർഷം വരെ തടവു ശിക്ഷയോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 339 താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്ക് അന്യായ തടസ്സമുണ്ടാക്കിയതായി പറയപ്പെടുന്നു. 1. അയാൾ സ്വമേധയാ ഒരു വ്യക്തിയെ തടഞ്ഞിരിക്കണം. 2.
അത്തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതിന് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് പോകുവാൻ ആ വ്യക്തിക്ക് അവകാശമുള്ളപ്പോൾ അയാളെ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടി ആയിരിക്കണം. നിയമാനുസൃതമായി തടസ്സപ്പെടുത്താൻ തനിക്ക് അധികാരമുണ്ടെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി ഒരാൾ ജലമാർഗമോ കരമാർഗമോ ഉള്ള ഒരു സ്വകാര്യ വഴി തടസ്സപ്പെടുത്തുന്നതിന് ഈ വകുപ്പിൻ്റെ അർത്ഥത്തിൽ ഒരു കുറ്റമായി തീരുന്നതല്ല. സെക്ഷൻ 341 അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ: 1 മാസത്തെ വെറും തടവോ 500 രൂപയോളം ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 340 അന്യായ തടങ്കലിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 340 ഒരാൾ മറ്റൊരാളെ അന്യായ തടങ്കലിൽ വെച്ചിരിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യങ്ങൾ. 1. അയാൾ ആ വ്യക്തിയെ അന്യായ നിയന്ത്രണത്തിന് വിധേയമാക്കിയിരിക്കണം. 2. അപ്രകാരം തടഞ്ഞു വെച്ചിരിക്കുന്നത് അയാൾ ഒരു നിശ്ചിത പരിധിക്ക് പുറത്തു പോകുന്നതിൽ നിന്നും തടയത്തക്ക രീതിയിൽ ആയിരിക്കണം. സെക്ഷൻ 342 അന്യായ തടങ്കലിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ: 1 വർഷത്തോളം ആകാവുന്ന കാലാവധിക്ക് തടവു ശിക്ഷയോ 1000 രൂപ ആകാവുന്ന പിഴയോ രണ്ടും കൂടിയോ. പണിഷ്മെൻറ്റ് ഫോർ അഗ്രവേറ്റഡ് ഫോംസ്. 1. 3 അതിൽ കൂടുതൽ ദിവസമോ അന്യായ തടങ്കലിൽ വയ്ക്കുകയാണെങ്കിൽ 2 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ. 2. 10 അതിൽ കൂടുതൽ ദിവസമോ അന്യായ തടങ്കലിൽ വയ്ക്കുകയാണെങ്കിൽ 3 വർഷം തടവും പിഴയും. 3. ഒരു വ്യക്തിയുടെ മോചനത്തിനായി ഒരു റിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അന്യായ തടങ്കലിൽ വയ്ക്കുകയാണെങ്കിൽ 2 വർഷത്തേക്ക് അധിക തടവ്. 4. താൽപ്പര്യമുള്ള വ്യക്തിയോ പൊതുപ്രവർത്തകനോ അറിയരുത് എന്ന ഉദ്ദേശത്തോടെ രഹസ്യമായി ഒരു വ്യക്തിയെ തടങ്കലിൽ വയ്ക്കുകയാണെങ്കിൽ 2 വർഷം അധിക തടവ്. 5. സ്വത്ത് കവർന്നെടുക്കുകയോ നിയമവിരുദ്ധമായ പ്രവൃത്തി തടയുകയോ ചെയ്യുകയാണെങ്കിൽ 2 വർഷം വരെ തടവും പിഴയും. 6. കുറ്റസമ്മതം നടത്തിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൻ്റെ കണ്ടെത്തലിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനോ വേണ്ടി തടങ്കലിൽ വയ്ക്കുകയാണെങ്കിൽ 3 വർഷം തടവും പിഴയും. സെക്ഷൻ 359 കിഡ്നാപ്പിംഗ്, ആൾമോഷണം. 2 തരത്തിലുള്ള ആൾമോഷണങ്ങളുണ്ട്. 1. ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം. 2. നിയമാനുസൃത രക്ഷകർത്താവിൻ്റെ പക്കൽ നിന്നുള്ള ആൾമോഷണം. സെക്ഷൻ 360 ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരാൾ ഏതെങ്കിലും വ്യക്തിയെ ആ വ്യക്തിയുടെ സമ്മതം കൂടാതെയോ അയാൾക്ക് പകരമായി സമ്മതം നൽകാൻ നിയമപരമായി അധികാരമുള്ള മറ്റൊരാളുടെ സമ്മതം കൂടാതെയോ ഇന്ത്യക്ക് പുറത്തു കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം നടത്തിയതായി പറയപ്പെടുന്നു. സെക്ഷൻ 361 നിയമാനുസൃത രക്ഷകർത്താവിൽ നിന്നുള്ള ആൾമോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി നിയമാനുസൃത രക്ഷകർത്താവിൽ നിന്നുള്ള ആൾമോഷണം നടത്തിയതായി പറയപ്പെടുന്നു. 1. അയാൾ ഒരു മൈനറിനെയോ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളിനെയോ നിയമാനുസൃത രക്ഷകർത്താവിൻ്റെ സംരക്ഷണയിൽ നിന്ന് സമ്മതം കൂടാതെ കടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വശീകരിച്ചു കൊണ്ടുപോവുകയോ ചെയ്തിരിക്കണം. 2. മൈനർ എന്നത് ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായം 16 വയസ്സിൽ താഴെയായിരിക്കണം. 3. മൈനർ എന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായം 18 വയസ്സിൽ താഴെയായിരിക്കണം. ഈ വകുപ്പിൽ നിയമാനുസൃത രക്ഷകർത്താവ് എന്ന വാക്കിൽ അങ്ങനെയുള്ള മൈനറെയോ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളെയോ സൂക്ഷിക്കാനും തൻ്റെ സംരക്ഷണയിൽ വെച്ചിരിക്കുവാനുമായി നിയമപരമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏതൊരാളും ഉൾപ്പെടുന്നു. സെക്ഷൻ 363 ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ: 7 വർഷം വരെ തടവും കൂടാതെ പിഴയും. സെക്ഷൻ 362 തട്ടിക്കൊണ്ടുപോകലിനെ നിർവചിക്കുന്ന വകുപ്പ്. ഒരാൾ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയതായി പറയപ്പെടുന്ന സാഹചര്യങ്ങൾ. 1. ഒരാൾ മറ്റൊരാളെ ഒരു സ്ഥലത്തു നിന്നും പോകാനായി ബലപ്രയോഗത്തിലൂടെ നിർബന്ധിക്കുന്നു. 2.
ഒരാൾ ഏതെങ്കിലും ചതിവു മാർഗങ്ങളിൽ കൂടി മറ്റൊരാളെ ഒരു സ്ഥലത്തു നിന്നും പോകാനായി പ്രേരിപ്പിക്കുന്നു. സെക്ഷൻ 370 മനുഷ്യ കച്ചവടം നടത്തുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 370. എന്താണ് മനുഷ്യ കച്ചവടം? 1. ഒരാൾ ഒരു വ്യക്തിയെയോ വ്യക്തികളെയോ താഴെ പറയുന്ന പ്രകാരം ചൂഷണത്തിന് വിധേയമാക്കുന്നതിലേക്കായി റിക്രൂട്ട് ചെയ്യുകയോ കടത്തുകയോ പാർപ്പിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ വേറൊരാളിൽ നിന്നും സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ മനുഷ്യ കച്ചവടം എന്ന കുറ്റം ചെയ്തിരിക്കുന്നു. 1. ഭീഷണി ഉപയോഗിച്ച്. 2. ബലപ്രയോഗത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉപയോഗിച്ച്. 3. തട്ടിക്കൊണ്ടു പോകുക വഴി. 4. ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ. 5. അധികാര ദുർവിനിയോഗത്തിലൂടെയോ. 6. റിക്രൂട്ട് ചെയ്തതോ കടത്തപ്പെട്ടതോ പാർപ്പിച്ചിട്ടുള്ളതോ കൈമാറ്റം ചെയ്തിട്ടുള്ളതോ സ്വീകരിച്ചിട്ടുള്ളതോ ആയ ആളുകളുടെ മേൽ നിയന്ത്രണമുള്ള വ്യക്തിയുടെ സമ്മതം നേടുവാനായി പ്രതിഫലമോ ആനുകൂല്യമോ കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുക വഴി പ്രലോഭിപ്പിക്കുന്നത്. ശിക്ഷകൾ. മനുഷ്യക്കച്ചവടം നടത്തുന്നതിനുള്ള ശിക്ഷ 7 വർഷത്തിൽ കുറയാത്തതും 10 വർഷത്തോളമാകാവുന്നതായ തടവും പിഴയും. 1 കൂടുതൽ ആളുകളെ കച്ചവടം നടത്തിയാൽ ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്ത തടവോളമാകാവുന്ന തടവും പിഴയും. ഒരു മൈനറെ കച്ചവടം ചെയ്യുന്നതിനുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്ത തടവോളമാകാവുന്നതുമായ തടവും പിഴയും. 1 കൂടുതൽ മൈനർമാരെ കച്ചവടം ചെയ്താലുള്ള ശിക്ഷ 14 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്ത തടവോളമാകാവുന്നതുമായ തടവും പിഴയും. മൈനറെ കച്ചവടം ചെയ്ത കുറ്റത്തിന് 1-ലേറെ തവണ കുറ്റസ്ഥാപനം ചെയ്യപ്പെട്ടാൽ ശിക്ഷ ജീവപര്യന്ത തടവും പിഴയും. പബ്ലിക് സർവൻറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ മനുഷ്യക്കച്ചവടത്തിൽ ഉൾപ്പെട്ടാലുള്ള ശിക്ഷ ജീവപര്യന്ത തടവും പിഴയും.